വല്ലാർപാടം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ അടുത്ത ഏപ്രിലിൽ കമ്മീഷൻ ചെയ്യുമെന്ന് പറയുമ്പോഴും നിർമ്മാണ ജോലികളുടെ 30% ഇനി ബാക്കിയാണ്. ഗതാഗത സൌകര്യം പൂർണ്ണമായാൽ ടെർമിനലിന്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് DP വേൾഡ്. എന്നാൽ റോഡ് നിർമ്മാണം വൈകുന്നതിനൊപ്പം മണ്ണെടുപ്പും വൈകുകയാണ്. 2007 ദുബായ് പോർട്സ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ നിർമ്മാണ ജോലികൾ തുടങ്ങിയത്. വെല്ലിംഗ്ടൺ ഐലൻഡിലെ രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് DP വേൾഡ് വല്ലാർപാടത്ത് പണികൾ നീക്കിയത്. അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ ജോലികൾ അതിവേഗം തുടരുകയാണ്. എന്നാൽ റോഡ് നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മറ്റു ജോലികൾ തീർന്നാലും ഫലമില്ല. അതുകൊണ്ട് ടെർമിനലിന്റെ പണി പൂർത്തിയായ ശേഷം കമ്മീഷൻ ചെയ്യാതെ കിടക്കുന്നതിനോട് DP വേൾഡിന് താൽപര്യവുമില്ല. റോഡ് നിർമ്മാണം പൂർത്തിയായാൽ ഏത് സമയവും കമ്മീഷനിംഗ് നടത്താനാകും വിധമാണ് DP വേൾഡ് പണികൾ നീക്കുന്നത്. അനുബന്ധ സൌകര്യമായ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകളിൽ സ്വകാര്യ മേഖലയിൽ ചിലത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 40 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നുമുണ്ട്. വല്ലാർപാടം പദ്ധതിയോടനുബന്ധിച്ചുള്ള റോൾ ഓൺ റോൾ ഓഫ് അതിവേഗ ബാർജ് ഇടനാഴിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിന് 17.5 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. 4 മാസത്തിനുള്ളിൽ ഇടനാഴി നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് തുറമുഖ ട്രസ്റ്റിന്റെ പ്രതീക്ഷ. ടെർമിനലിന് വേണ്ട ക്രെയിനുകൾ ചൈനയിലും അബുദാബിയിലും തയ്യാറായിട്ടുണ്ട്. വല്ലാർപാടത്തെത്തിച്ചാൽ 1 മാസത്തിനകം ഇവ സ്ഥാപിക്കാനാകും. റോഡ് പണി പൂർത്തിയാകാൻ വൈകുന്നതോടെ പ്രദേശത്തെ ഡ്രഡ്ജിംഗ് വൈകുമെന്ന കാര്യവും ഉറപ്പാണ്. ജനുവരി വരെയെങ്കിലും ഡ്രഡ്ജിംഗ് നീളുമെന്നാണ് സൂചന. കിഴക്ക് പടിഞ്ഞാറ് സമുദ്ര വ്യാപാര പാതയോടുള്ള സാമീപ്യത്തിനൊപ്പം ഏത് കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് കൊച്ചി തുറമുഖമെന്നത് ടെർമിനലിന് ഗുണകരമാകും. ഇപ്പോൾ കൊളംബോ വഴി പോകുന്ന കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും കൊച്ചിയിലേക്ക് ആകർഷിക്കാനാകുമെന്നാണ് ദുബായ് പോർട്സിന്റെ പ്രതീക്ഷ. റോഡ്, റെയിൽ, ഡ്രഡ്ജിംഗ് ഇവ മാർച്ച് 31 പൂർത്തിയാക്കി ഏപ്രിലിൽ പദ്ധതി കമ്മീഷൻ ചെയ്യുകയാണ് ഇനിയുള്ള